എന്താണ് ട്രോമ? ഒരു സ്ട്രെസ്സിലുപരിയായി അത് നമ്മളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? നമ്മൾ എപ്പോഴും ഇങ്ങനെ ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലേ, അങ്ങനെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാം. ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷനിങ് പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷട്ട് ഡൗൺ ആയി നിൽക്കുക എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ ബോഡി എനർജി ഇച്ചിരി സേവ് ചെയ്യുന്നതാണ്. കാരണം മൈൻഡും ബോഡിയും തളർന്നു. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ ഡ്രെയിൻ ആയി, എന്നാലും നമ്മൾ നമ്മളെ പുഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്കും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്ന സാഹചര്യങ്ങൾ കെയോട്ടിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും വഴക്കും ബഹളവും അങ്ങനെ ആവുമ്പോഴത്തേക്കും അതാണ് അവർക്ക് നോർമൽ. അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, റിലേറ്റീവ്സ് ഒക്കെ ആവാം, ഇവരോടൊക്കെ നന്നായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇടപഴകാൻ പറ്റാതെ വരിക. അങ്ങനെ നമ്മുടെ ചുറ്റുള്ളവർ എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ ഇത്രയും ലൈറ്റായിട്ട് കാണുന്നത്? അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ദിസ് ഈസ് ഓക്കെ എന്നുള്ളൊരു ഫീൽ അവിടെ കൊടുക്കുന്നുണ്ടാണ്. സോ ആരെങ്കിലും ഇപ്പം നമ്മളോട് പറയുന്നത്, അതായത് ഇപ്പം നിനക്ക് മാത്രമല്ല, അതിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് ഞാൻ പീരിയഡ്സിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരാളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും തരത്തിൽ കൂടെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പോൾ നിനക്ക് മാത്രം എന്താ, നീയും അങ്ങനെ പെർഫോം ചെയ്യുക എന്ന് എൻഫോഴ്സ് ചെയ്യും. ശരിക്കും അത് തെറ്റാണ്. ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഹീലിംഗ് സർക്കിൾ നമ്മൾ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സഹാര എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ചെയ്തു. ദാറ്റ് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ചാറ്റിങ്ങിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് അവർ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടിട്ട് അത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ട്രോമ ആണെങ്കിൽ, വളരെ സ്നേഹിച്ചിരുന്ന ഒരാൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്കപ്പ് എന്ന് തോന്നാം. പക്ഷേ ആ ഒരു ട്രോമയ്ക്ക് ശേഷം ഇനി ഒരു ബന്ധങ്ങളും വേണ്ട എന്ന് തീരുമാനം എടുക്കുന്നവരുണ്ട്. കല്യാണമേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന, ആണിനെയും പെണ്ണിനെയും വെറുത്ത് പോകുന്നവരുണ്ട്. അസുഖം ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിലും നമുക്ക് പോവാം. ഒരു മെൻ്റൽ ഇൽനെസ് തന്നെ വേണമെന്നില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ഈ സപ്പോർട്ട് നമ്മൾ ചോദിക്കുക അതൊരു വീക്ക്നെസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. സ്ട്രെസ്, അതുപോലെ തന്നെ PTSD, ഈവൻ ഇമോഷണൽ ട്രിഗേഴ്സ്, ഇതൊക്കെ ഒരേ കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആള് നോർമൽ അല്ല, അല്ലെങ്കിൽ ട്രസ്റ്റ് പോകുന്ന ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് ഫോം ചെയ്യുമ്പോൾ ട്രസ്റ്റ് എഫക്റ്റഡ് ആവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. നമ്മുടെ ഏർലി എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. ഇതെന്താ ഇങ്ങനെ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷണൽ സ്റ്റോൺ, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു തറക്കല്ലിടുന്ന പോലെ തന്നെയാണ്. അപ്പോഴാണ് ആൾക്ക് ഒരു ബോൾട്ട് തട്ടിയ പോലെ ആള് ശരിയാണല്ലോ. അവർ ലവ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്നത് അഗെയിൻ ഫ്രം കെയർ ഗിവേഴ്സ് കൺട്രോൾ ആയിരിക്കാം. പിന്നെ ഈ ട്രോമയിലൂടെ വളർന്ന് വന്നവർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ട്രോമ ബോണ്ടിങ് നോർമലായിട്ട് അവർക്ക് തോന്നാം, ഹീലിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ. ഈ രണ്ട് സ്റ്റേറ്റിൻ്റെ ഇടയിൽ നമുക്കൊരു സാധനമുണ്ട്, വിൻഡോ ഓഫ് ടോളറൻസ് എന്ന് പറയും. ഒരു പക്ഷേ ഒരു മേജർ ആക്സിഡൻറ്റ്, അതല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അങ്ങനെ പലതരത്തിൽ നമ്മുടെ ലൈഫിൽ ട്രോമകൾ സംഭവിക്കാം. എന്താണ് ട്രോമ? ഒരു സ്ട്രെസ്സിലുപരിയായി അത് നമ്മളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു? ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ് എൻ്റെ പെരിഫെറൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അനു സൂരജ്. വെൽക്കം ഡോക്ടർ. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് എന്ന വാക്ക് നമുക്ക് കോമൺ ആണ്. അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവറി ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ട്. ഹൗ ഇസ് സ്ട്രെസ് ഇസ് ലൈക്ക് ആൻഡ് ട്രോമ ഇസ് ഡിഫറെൻറ്റ്? ഒരു കൂടിയ സ്ട്രെസ് ആണോ ട്രോമ എന്ന് പറയുന്നത്? അതെ, ഡെഫിനറ്റ്ലി രണ്ടും ഡിഫറെൻ്റ് ആണ്. എന്നാൽ രണ്ടിലും സ്റ്റേജസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫെറിൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അഡാപ്റ്റേഷൻ പ്രോസസ്സ്. അതായത് നമ്മൾ ആ ജീവിതത്തിൽ വരുന്ന ഓരോ ചേഞ്ചസ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ നമ്മൾ പറയുന്നത്, അതിലേക്ക് നമ്മൾ യോജിച്ചു പോകാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു സമ്മർദ്ദം നമുക്ക് വരും. അതിന് നമുക്ക് സ്ട്രെസ് എന്ന് തന്നെ പറയാം. പക്ഷേ ചില സ്ട്രെസ് എന്ന് പറയുന്നത് ഗുഡ് സ്ട്രെസ്സാണ്, അതായത് നല്ല സ്ട്രെസ്സാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചേഞ്ചസിലോട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസിഷനിലോട്ടും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് രണ്ടാമത്തെ ലെവലിലോട്ട് പോകുമ്പോൾ ഇച്ചിരി കൂടി കൂടിയതായിട്ടുള്ള സ്ട്രെസ്, അക്യൂട്ട്, പിന്നെ ക്രോണിക്, ഇങ്ങനെ 3 ലെവലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പം എന്താ പറയുക, നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ ചെറുതായിട്ട് അഫക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഫങ്ഷനിങ് ഇത്തിരി അഫക്റ്റഡ് ആണ്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക്
നമുക്ക് ആഡഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വരുമ്പം നമുക്കതിനെ കോപ്പ് ചെയ്യാൻ പറ്റാതെ വരിക. അങ്ങനെ വരുമ്പോൾ നമ്മളത് അക്യൂട്ടിലേക്ക് പോയി. പിന്നെ ക്രോണിക് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ നല്ലോണം എഫക്റ്റ് ആക്കുന്ന രീതിക്ക്, അതായത് നമുക്ക് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷനിങ് പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഫക്റ്റ് ആയി വരുമ്പോൾ അത് നല്ല ക്രോണിക്കിലേക്ക് പോകും. പിന്നെ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് എല്ലാ ഒരു ആഘാതം വരുമ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിനെ നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. ഡിസോർഡർ ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ ഫങ്ഷനിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ആക്കുമ്പോഴാണ് നമ്മൾ ഡിസോർഡർ എന്നൊരു സാധനം പറയുന്നത്. അപ്പോൾ ഒരു ട്രോമ സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് അങ്ങ് ഉണ്ടാവുന്ന ആ ഒരു നിരന്തരമായ ആഘാതത്തിനെയാണ് നമ്മൾ PTSD എന്ന് പറയുന്നത്. ഇത് രണ്ടും നല്ല അന്തരമുള്ള സാധനങ്ങളാണ് ആക്ച്വലി. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം എനിക്കൊന്ന് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ കൂടുതൽ ആളുകൾക്ക് ഉള്ളത് കൊണ്ടും ആളുകൾ കുറച്ചും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി സ്ട്രെസ്, അതുപോലെ തന്നെ PTSD, ഈവൻ ഇമോഷണൽ ട്രിഗേഴ്സ്, ഇതൊക്കെ ഒരേ കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ PTSDയും സ്ട്രെസ്സും പറഞ്ഞു. ഈ ഇമോഷണൽ ട്രിഗർ എന്ന് പറയുന്ന ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇമോഷണൽ ട്രിഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ആക്കുന്ന സംഭവം എന്ന് നമുക്ക് വളരെ ലേമാൻസ് ടേംസിൽ അത് പറയാം. അത് മാത്രം അല്ലാണ്ട് നമുക്കിപ്പോൾ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ട്രിഗർ വരുമ്പോൾ നമുക്കൊരു ഒന്നിലെ ഹൈപ്പർ അറൗസൽ, അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലേ, അടുത്ത് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കോ അത് പൊട്ടിത്തെറിക്കോ, ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് അലർട്ടായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. മറ്റേത് നമുക്ക് ഹൈപ്പോ അറൗസൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് സ്റ്റേറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ ടോട്ടലി അങ്ങനെ തന്നെ ഒരു നമ്പർ സ്റ്റേറ്റിൽ അങ്ങനെ ഇരിക്കും, ഒന്നും ഫീൽ ചെയ്യാതെ. സാഹചര്യങ്ങളിൽ പോലും ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റിന്റെ ഇടയിൽ നമുക്കൊരു സാധനമുണ്ട്, വിൻഡോ ഓഫ് ടോളറൻസ് എന്ന് പറയും ട്രോമയുടെ കേസിൽ. അപ്പോൾ ആ വിൻഡോ ഓഫ് ടോളറൻസ് ആണ് എല്ലാവർക്കും നോർമലിന് നമ്മൾ വിചാരിക്കുന്ന സംഭവം അതാണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് നമുക്ക് പോവാം ട്രോമയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ പറയുന്ന മാതിരി സ്ട്രെസ്സ്, ട്രോമ, ഇമോഷണൽ ട്രിഗർ, ഇത് മൂന്നും കോമൺ ആയിട്ടും വരാം ആൾക്കാർക്ക്. അതാണ് ഇത് തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് പല തരത്തിൽ പല ലെവലിൽ ഉണ്ടാവുന്നു. ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണ്, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണം എന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്? അത് നമുക്ക് ആക്ച്വലി ഒരു അവയർനെസ് ലെവല് നല്ല രീതിക്ക് വേണം. അതായത് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നു. ഒരു ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക, അതാണ് ഫസ്റ്റ് നമ്മുടെ റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും സ്വയമായിട്ട് ഒരു അവബോധം വരുന്ന സംഭവം അതാണ്. ഇപ്പം ഫെറിൻ രാവിലെ എഴുന്നേക്കുന്നു, ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ടിഫിൻ പാക്ക് ചെയ്യുന്നു, ഫെറിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. ഈ ചെയ്യുന്ന സാധനങ്ങൾ നമ്മളൊരു എന്താ പറയുക, ഒരു ലെവൽ ഓഫ് എനർജി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ ചില ദിവസം നമുക്കത് പറ്റില്ല. അപ്പം നമ്മളെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ ഡ്രെയിനായി, എന്നാലും നമ്മളെ പുഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്കും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നമ്മളെ പുഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളത് ചെയ്യുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഒരു ഫസ്റ്റ് സിംറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. രണ്ടാമത്തെ, നമ്മൾക്കിപ്പോൾ നന്നായിട്ട് ഒന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുറേ ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, റിലേറ്റീവ്സ് ഒക്കെ ആവാം, ഇവരോടൊക്കെ നന്നായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇടപഴകാൻ പറ്റാതെ വരിക. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷട്ട് ഡൗൺ ആയി നിൽക്കുക എന്ന് പറയുന്നില്ലേ, അപ്പോൾ ബോഡി എനർജി ഇച്ചിരി സേവ് ചെയ്യുന്നതാണ്, കാരണം മൈൻഡും ബോഡിയും തളർന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ഇങ്ങനൊരു റെഡ് ഫ്ലാഗിൽ പെടുത്താം ആക്ച്വലി. ഇപ്പം ഇതുപോലെ തന്നെ ഇതിപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു ട്രോമ ഉണ്ട്. ഇത് ലൈക്ക് പുറമെ നമുക്കൊന്നും അറിയുന്ന ഒരു സംഭവമല്ലല്ലോ, ഒരു കാലൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന പോലെയല്ല. ഒരാളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും തരത്തിൽ കൂടെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുമോ, ലൈക്ക് ഈ ആൾ ഒരു ട്രോമയിലൂടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമ ഒരു കണ്ടീഷനിലൂടെ പോവുകയാണ് എന്നുള്ളത്? കൂടെ ജീവിക്കുന്നവർക്ക് അത് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി സമയം അവരുടെ കൂടെ ചെലവഴിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് സാധാരണഗതിയിൽ പെരുമാറ്റം അല്ല
ബിഹേവിയറോ അവരുടെ ഇമോഷൻസ് മാറിപ്പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മാറിപ്പോകുമ്പോൾ അവരുടെ സ്പീച്ചിൽ അത് റിഫ്ലക്റ്റ് ആവുമല്ലോ. അപ്പം നമുക്ക് തോന്നാം സ്ട്രെസ്ഡ് ആണോ അല്ലെങ്കിൽ വയ്യേ എന്നുള്ളത്. ഇപ്പം റീസെൻ്റ്ലി തന്നെ ആക്ച്വലി ഇന്ന് രാവിലെയാണ്, ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആള് നോർമൽ അല്ല, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആള് ഫങ്ഷൻ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് കൊളീഗ്സിന് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം സംസാരിക്കുന്നത് മുഴുവൻ ആ വർക്ക് മാത്രം റിലേറ്റഡ് ആയിട്ടാണ് ആള് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വെറുതെ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഞാൻ ചോദിച്ചു, ഇപ്പം കുറേ ദിവസമായിട്ട് ഇത് മാത്രമാണല്ലോ സംസാരിക്കുന്നേ, ഓക്കെ അല്ലേ എന്ന് വെറുതെ ചോദിച്ചു. എനിക്കിപ്പോൾ ആളെ കുറേ വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് ആൾക്കൊരു ബോൾട്ട് തട്ടിയ പോലെ ആള് ശരിയാണല്ലോ എന്ന ആള് അപ്പം തന്നെ. പക്ഷെ ആള് നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആള് പറഞ്ഞു, അനു പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ അപ്പോഴാണോ ഒന്ന് ആലോചിച്ചേ, ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ഇത് മാത്രമാണോ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല അനു, എനിക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ആള് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആള് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ആള് ഇപ്പോൾ കുട്ടികളോടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കുട്ടികളോട് കളിക്കാൻ പറ്റുന്നില്ല, അനാവശ്യമായിട്ട് ദേഷ്യം വരുന്നു, ഇറിറ്റേഷൻ വരുന്നു. അപ്പം റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ബേസിക്കലി ഉള്ള സംഭവം. അപ്പോൾ നമുക്ക് എന്താ പറയുക, കൂടെ ഉള്ള ആൾക്കാർ, ഇപ്പം ഞാൻ കൊളീഗായിരുന്നുവല്ലോ, അപ്പം അപ്പം ആ ഒരു വ്യത്യാസം എനിക്ക് എന്തായാലും മനസ്സിലാവും. അതേപോലെ കൂടെ ഉള്ള ആൾക്കാർക്കും ആ വ്യത്യാസം നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് പറയുമ്പോൾ ഈ ബാധിക്കപ്പെട്ട ആൾക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് കിട്ടും. സെൽഫ് അവയർനെസ് ആണ് എല്ലാത്തിനും കീ. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പകുതി ഹീൽഡ് ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണ് ഇത് നോർമലി മനസ്സിലാക്കാൻ പറ്റുന്നത്. അഗൈൻ യു നീഡ് ദാറ്റ് പീപ്പിൾ അറൗണ്ട് യു. അതെ, കറക്റ്റ് ആയിട്ട് നമ്മളെ അതെ, ഇപ്പൊ ജസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ ഒന്നും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാരും ചെയ്യണമെന്നില്ല. ജസ്റ്റ് ദേ ആർ പ്രസന്റ്, ദേ ആർ എക്സിസ്റ്റിംഗ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ലൈക്ക് എന്താ റിലേഷൻസും ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് അല്ലേ, നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയുന്ന ആളുകൾ. അതെ, നമുക്ക് ആ ഒരു സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഇനിയുള്ള കാലം തൊട്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് പറയുമ്പോൾ സോഷ്യൽ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന സർക്കിളും ആവരുത്. സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരുന്നവരും ആവരുത്. ഇതെല്ലാം ഓപ്പോസിറ്റ് ഇഫക്റ്റും ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും റൈറ്റ് പീപ്പിൾ വരുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയുമല്ലോ. അതെ, എല്ലാ അച്ചീവ്മെന്റ്സിനേക്കാൾ ഉപരി നല്ല കുറച്ച് മനുഷ്യരെ ചുറ്റും. അതെ അതെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കോട്ട്സ് ആയിട്ടും മറ്റും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഇന്ന തരത്തിൽ പെരുമാറുന്നത് ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ബാല്യകാലത്തിൽ അനുഭവിച്ച എന്തെങ്കിലും കൊണ്ടായിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയോ അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളെ കാണുന്ന രീതിയോ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ ഒത്തിരി നമ്മുടെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യും. ഇങ്ങനെ തന്നെ കുറേ തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ എതിർക്കുന്ന തിയറീസും ഉണ്ട്. സോ നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണോ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഒരു ഇത് വെച്ച് നമുക്ക് എടുക്കാം. എന്നാലും ഒട്ടുമിക്ക കേസിലും നമുക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷണൽ സ്റ്റോൺ, ഒരു ബിൽഡിങ്ങിന്റെ ഒരു തറക്കല്ല് ഇടുന്ന പോലെ തന്നെയാണ്. തറക്കല്ല് സ്ട്രോങ് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രശ്നങ്ങൾ നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇപ്പം എല്ലാവരും അത്ര ഫോർച്ചുനേറ്റ് ആയിരിക്കണം എന്നില്ലല്ലോ. നല്ല നല്ല എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാവുക അത് ഒരു ലക്കും അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊക്കെ അത് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ കെയർ ഗീവേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയാണ് കുറേയൊക്കെ. അപ്പോൾ നമുക്ക് വരുന്ന അനുസരിച്ച് ഇപ്പം നമുക്കൊരു അൺഫോർച്ചുനേറ്റ് ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ട്രസ്റ്റ് പോകുന്ന ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ് ഫോം ചെയ്യുമ്പോൾ ട്രസ്റ്റ് എഫക്റ്റഡ് ആവും എന്തായാലും. അതേപോലെ നമുക്കിപ്പം ബൗണ്ടറി വരയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാം. റിലേഷൻഷിപ്പിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിതാക്കളായിട്ടൊരു നല്ല സ്റ്റേബിൾ ആൻഡ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ അത് നമുക്ക് വളർന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും അത് ബാധിക്കപ്പെടാം ആക്ച്വലി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. നമ്മുടെ ഏർലി എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമ വന്ന ആൾക്കാർ പിന്നീട് ഒരു ടോക്സിക് റിലേഷനിൽ പോയിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു പാർട്ട്ണറിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പരാതികൾ പറയുന്നത് ഇവർ തന്നെയായിരിക്കും. എന്നാൽ
ഇമോഷണലി അവരിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലവ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്നത് അഗെയിൻ ഫ്രം കെയർ ഗിവേഴ്സ് കൺട്രോൾ ആയിരിക്കാം ചിലപ്പോൾ. അതായത് കെയോസ് ആൻഡ് കൺട്രോൾ ഇതെല്ലാം അവർക്ക് നോർമലായിട്ട് തോന്നാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്ന സാഹചര്യങ്ങൾ കെയോട്ടിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും വഴക്കും ബഹളവും അങ്ങനെ ആവുമ്പോഴത്തേക്കും അതാണ് അവർക്ക് നോർമൽ. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് വളരെ കാമായിട്ടുള്ള ഒരു എൻവയറമെന്റിൽ ഇട്ടാൽ അവർക്കത് നോർമൽ ആവണമെന്നില്ല. ബുദ്ധിമുട്ടുണ്ടല്ലോ, അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. ഇതെന്താ ഇങ്ങനെ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം, പണ്ടത്തെ കാലത്താണെങ്കിലും ഇപ്പോഴും പലയിടത്തും ചില കാര്യങ്ങൾ നോർമലൈസ്ഡ് ആണ്. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയും. അത് ആക്ച്വലി ആ നോർമലൈസ് ചെയ്യുന്നതും ഇങ്ങനൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ട് എത്തിക്കാം. കാരണം ഇപ്പോൾ ബൗണ്ടറീസ് ഇല്ലാതെയാണ് നമ്മുടെ വീട്ടിൽ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും വെക്കാത്ത ഒരു ഫാമിലി ഡൈനാമിക്സ് ആണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ശീലിച്ചും പാലിച്ചും പോവാം. പിന്നെ ചിലപ്പോൾ മാറാം, നമുക്ക് ഇൻസൈറ്റ് വരുന്ന അനുസരിച്ച് മാറുകയും ചെയ്യാം. വന്നില്ലെങ്കിൽ അത് നമുക്ക് നോർമലായിട്ടിരിക്കാം. പിന്നെ ഈ ട്രോമയിലൂടെ വളർന്ന് വന്നവർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, ട്രോമ ബോണ്ടിങ് നോർമലായിട്ട് അവർക്ക് തോന്നാം. ഹീലിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്കൊരു തിരിച്ചറിവ് കിട്ടി നമ്മളൊന്ന് ഒരാൾ കൈ പിടിക്കാനുണ്ടെങ്കിൽ അത് വളരെ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെയാണ് കൂടുതലും അതിൻ്റെ ഡൈനാമിക്സ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു വലിയ അപകടം അല്ലെങ്കിൽ വലിയ പ്രശ്നവും ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാലും നമുക്കൊരു മാനസിക പിന്തുണ തരുന്നതായിരിക്കും. ഈ കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് തട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇന്നയാളെ നോക്കൂ, ഇയാൾക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്, നിനക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അങ്ങനെ നമ്മുടെ ചുറ്റുള്ളവർ എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ ഇത്രയും ലൈറ്റ് ആയിട്ട് കാണുന്നത്? അതൊരു ശരിയായ രീതിയാണോ? ഇല്ല, അതൊരു തരത്തിലൊരു ഡിഫെൻസ് മെക്കാനിസം ആണ്. ഇപ്പം സ്വയമായിട്ട് പറയുവാണെങ്കിൽ, അതായത് ഇപ്പം എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ വിചാരിക്കുന്നു എന്നെക്കാട്ടിലും വലിയ പ്രോബ്ലം ഇപ്പം ഫെറിനും വേറൊരാൾക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനിക്കുന്ന ഒരു കേസ്. അപ്പം ഞാൻ അത് ഡിഫെൻസ് മെക്കാനിസം നമ്മൾ പറയുന്ന സാധനം അവിടെ ഓപ്പറേഷനിലാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറേ കണ്ടീഷൻഡ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമ്മുടെ എന്താ പറയുക, സീനിയേഴ്സോ അല്ലെങ്കിൽ അതോറിറ്റിയിലുള്ള നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണോ നമ്മളെ ഗൈഡ് ചെയ്തിരിക്കുന്ന മെൻറ്റേഴ്സോ ആരെങ്കിലും ഇപ്പം നമ്മളോട് പറയുന്നത്, അതായത് ഇപ്പം നിനക്ക് മാത്രമല്ല, അതിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് ഞാൻ പീരിയഡ്സിന്റെ കാര്യത്തിൽ ഇത് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് നിനക്ക് മാത്രമുള്ള പ്രശ്നമല്ലല്ലോ, ഇത് എല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ളത്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ദിസ് ഈസ് ഓക്കെ എന്നുള്ളൊരു ഫീൽ അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പണ്ട് കാലം തൊട്ടേ എൻഫോഴ്സ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ്. ഇറ്റ് ഈസ് എ ഇന്റർജനറേഷണൽ ട്രോമ ആക്ച്വലി. കാരണം പണ്ടത്തെ കാലത്തെ ആൾക്കാർ അവർക്കിപ്പം അതിപ്പോൾ ജെൻഡർ ഇതൊന്നുമില്ല, ആരാണെങ്കിലും അവരെ തന്നെ പുഷ് ചെയ്തും അല്ലെങ്കിൽ എനർജി ഡ്രെയിൻ ആയാലും കുഴപ്പമില്ല, അവരിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ള സംഭവം. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ പ്രായമായി, അവർക്കെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ. അത് ലേറ്റർ ഓൺ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂലേക്ക് ശരിക്കും കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു റെസ്റ്റ് എന്ന് പറയുന്ന സാധനം നോർമലൈസ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷനിങ് ഒരു പ്രശ്നമാണ്. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ നിനക്ക് മാത്രം എന്താ, നീയും അങ്ങനെ പെർഫോം ചെയ്യുക എന്ന് എൻഫോഴ്സ് ചെയ്യും. ശരിക്കും അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ജനറേഷനിലാണെങ്കിലും, പിന്നെ മോർ സോ ഇപ്പോൾ കുറേ പ്രോബ്ലംസ് അതിജീവിക്കുന്നുണ്ടല്ലോ. പണ്ടത്തെ ജനറേഷൻസിനെക്കാട്ടിലും പുതിയ പുതിയ സംഭവങ്ങളാണല്ലോ. ഇപ്പോൾ പാൻഡമിക് തന്നെ പുതിയൊരു സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ മേഖലയിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതലാണ് ആൾക്കാർക്ക്, അത് കഴിഞ്ഞു വന്നിട്ട്, കുട്ടികൾ എസ്പെഷ്യലി. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഫെൻസ് മെക്കാനിസം എന്നൊക്കെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു മേജർ ട്രോമ വന്ന ആൾ അല്ലെങ്കിൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് അവരുടെ പൊതുവെ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്? നമുക്കൊരു സെൽഫ് സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ, അത് പൊതുവെ എങ്ങനെയാണ് കാണാറ്? അതിപ്പം സെൽഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ സൊല്യൂഷൻ ഇതിനുണ്ടെന്നുള്ള അറിവ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പം ഭയങ്കര എക്സ്ട്രീം ട്രോമയിലൊക്കെ നിൽക്കുന്നവർക്ക് അവർക്ക് തോന്നുന്നുണ്ടാവാം എനിക്കൊന്ന് പുറത്ത് വരാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ ചിലപ്പോൾ അവർക്ക് അതൊന്നും ഒരാളോട് പറയാനുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും കാണില്ല, അല്ലെങ്കിൽ മാനസിക അവസ്ഥ കാണില്ല. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ കൺഫൈൻമെൻറ്റിലൊക്കെ ആണല്ലോ. ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഒരു സർക്കിൾ, ഒരു ഹീലിംഗ് സർക്കിൾ നമ്മൾ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു
സഹാര എന്ന് പറഞ്ഞൊരു ഒരു ഇവന്റ് ചെയ്തു. അതിന് നമുക്ക് റോട്ടറിയുടെ സ്പോൺസർഷിപ്പ് വന്നായിരുന്നു. ആ സർക്കിളിന്റെ പേര് നമ്മൾ സുക്കൂൺ എന്നാണ് ഇട്ടത്. അത് ജസ്റ്റ് ഒരു ഇൻഫോർമൽ സർക്കിളാണ്. അപ്പോൾ ആ സർക്കിളിൽ നിൽക്കുമ്പം നമുക്ക് ആ പോസ്റ്റർ സർക്കുലേറ്റ് ചെയ്തപ്പം ഒത്തിരി മെസ്സേജസ് ആണ് നമുക്ക് വന്നത്. അപ്പം അതിൽ പകുതി പേർക്കും പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളില്ല. എനിക്ക് ഫോട്ടോസ് വരെ വരികയാണ്. ലൈക്ക് നമ്മുടെ കണ്ടീഷൻ ഇതാണ് മാഡം, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ പ്ലാറ്റ്ഫോമിലുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു എൻ്റെ കോവർക്കറാണ്, ഒരു സൈക്കോളജിസ്റ്റാണ്. അവരൊരു ഐഡിയ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ചാറ്റിങ്ങിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്ത് അവർ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടിട്ട് അത് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അപ്പോൾ നമ്മൾ സെയിം രീതിക്ക് തന്നെ, പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ഇങ്ങനെ ചാറ്റിങ്ങിലൂടെ അവർക്ക് സൊളേസ് കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ എത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്നാലും പക്ഷെ ഒന്നും ഇല്ലാത്തതിനെക്കാട്ടിലും ഭേദമാണല്ലോ. അറ്റ്ലീസ്റ്റ് അവർക്ക് ദർ ഇസ് സംബഡി ദെയർ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളൊരു സംഭവം അവർക്ക് ഉണ്ട്. അത് തന്നെ ഒരു റിലീഫ് ആണല്ലോ. ഒരാൾ എന്നെ കേൾക്കാനുണ്ട്, കാണാനുണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ കൈ ഒരാൾ പിടിക്കാനുണ്ടെങ്കിൽ അതൊരു വ്യത്യാസമാണ്. പക്ഷെ എന്തുമാത്രം മലയാളികൾ ഓപ്പൺ അപ്പ് ആവാൻ റെഡി ആവുന്നുണ്ട്. ഇപ്പം നമുക്കൊരു റിലേഷൻഷിപ്പ് ട്രോമ ആണെങ്കിൽ, വളരെ സ്നേഹിച്ചിരുന്ന ഒരാൾ പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്കപ്പ് എന്ന് തോന്നാം. പക്ഷെ ആ ഒരു ട്രോമയ്ക്ക് ശേഷം ഇനി ഒരു ബന്ധങ്ങളും വേണ്ട എന്ന് തീരുമാനം എടുക്കുന്നവരുണ്ട്. കല്യാണമേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന, ആണിനെയും പെണ്ണിനെയും വെറുത്ത് പോകുന്നവരുണ്ട്. അതല്ലാണ്ട് ഓക്കെ, ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചു പോയി, അതെനിക്ക് ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലേക്ക് പോകണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് മലയാളികൾക്കിടയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പം അവർ കുറച്ചും കൂടി എന്താ പറയുക, അവയർനെസ് കൂടുന്നതുകൊണ്ടായിരിക്കാം. എല്ലായിടത്തും ഒത്തിരി പേര് ഇതിനുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഇപ്പം ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇപ്പം നോൺ ഗവൺമെൻറ്റിലാണെങ്കിലും ഇപ്പം അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒത്തിരി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്, ഒത്തിരി സെഷൻസും കാര്യങ്ങളും എല്ലാം. അപ്പം തിരിച്ചറിവ് വരുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ അതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം. അപ്പം പണ്ടത്തെ കാലത്ത് ഈ സപ്പോർട്ട് നമ്മൾ ചോദിക്കുക അതൊരു വീക്ക്നെസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അത് മാറി. അത് നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് അവൈലബിൾ ആണ്, അപ്പം എന്തുകൊണ്ട് അത് എടുത്തുകൂടാ എന്നുള്ളൊരു ഇത്. ഈ മാനസികാരോഗ്യത്തിനെ കുറിച്ചുള്ള സ്റ്റിഗ്മയാണ് പണ്ട് എല്ലാവരും ബ്ലോക്ക് ചെയ്തിരുന്നത്. ഇപ്പം അത് മാറി വരുന്നതിൽ നമുക്ക് ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് ഇപ്പം എന്താ പറയുക, ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിലും നമുക്ക് പോവാം, ഒരു മെൻ്റൽ ഇൽനെസ് തന്നെ വേണമെന്നില്ലല്ലോ, അപ്പം നമുക്ക് പോവാം എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇപ്പം.